നമസ്കാരം. ഗാസ നഗരം പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രയേൽ കരയാക്രമണം ശക്തമാക്കിയതോടുകൂടി മരണസംഖ്യ ഉയരുകയാണ്. എത്ര പേരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല. 39 പേരെയാണ് മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് അവിടുത്തെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ടാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാക്കളെ അണികളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് എങ്കിലും കൊല്ലപ്പെടുന്നത് കൂടുതലും സാധാരണക്കാരായ മനുഷ്യരാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഗാസ കണ്ട ഏറ്റവും വലിയ പലായനത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ നഗരം സാക്ഷ്യം വഹിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി അവിടെ നിന്ന് യാത്ര തിരിച്ചത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേരാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇനിയും 6 ലക്ഷത്തോളം പേർ ഇവിടെ തന്നെ അവശേഷിക്കുന്നു എന്നാണ് മറ്റൊരു കണക്ക്. ഐക്യരാഷ്ട്ര സഭയും ഒക്കെ തന്നെ ഈ ഒരു ആക്രമണത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ കാര്യം അതിദയനീയമാണ് എന്നാണ് അവർ പറയുന്നത്. കൂടാതെ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്നവർ മണിക്കൂറുകളെടുത്താണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല. ഇസ്രായേൽ ആകട്ടെ വളരെ ശക്തമായ തോതിലാണ് അവിടെ ആക്രമണം നടത്തുന്നത്. ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുവന്ന് ബന്ദികളാക്കിയിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഉത്കണ്ഠയിലാണ്. ഒരുപക്ഷെ യുദ്ധം കൂടുതൽ ശക്തമായ തോതിലേക്ക് ഇസ്രായേൽ നടത്തുമ്പോൾ തങ്ങളുടെ ബന്ധുക്കളെ ബന്ദികളാക്കിയവരെയൊക്കെ തന്നെ ഇവർ വധിക്കുമോ, ഹമാസ് തീവ്രവാദികൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നുള്ളൊരു ഭയം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വില കൊടുത്തും ഹമാസിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇവിടെ നടത്തുന്ന ആക്രമണങ്ങളുടെ തോതിനെക്കുറിച്ച് പറയപ്പെടുന്നത് ഇവിടെ നടക്കുന്ന സ്ഫോടനങ്ങളുടെ ശബ്ദം ഇസ്രായേലിലെ പല നഗരങ്ങളിലും കേൾക്കാമായിരുന്നു എന്നാണ്. അത്രത്തോളം ശക്തമായ രീതിയിലുള്ള സ്ഫോടനങ്ങളാണ് ഇവിടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു കത്തോലിക്ക ദേവാലയത്തിലെ അന്തേവാസികൾ മാത്രമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ ഇപ്പോഴും വിസമ്മതിക്കുന്നത്. ഇവിടെയുള്ള കന്യാസ്ത്രീകൾ അവർ ഒരുപാട് വയസ്സായ ആളുകളെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്യുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഈ കത്തോലിക്ക പള്ളിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥനകളുമൊക്കെ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആധിപത്യം ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ള ആ ലക്ഷ്യം മുൻനിർത്തി ഇസ്രായേൽ സൈന്യം പോരിന് ഇറങ്ങുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം കൂടുതൽ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഇവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോലും മണിക്കൂറുകളെടുക്കും. മാത്രമല്ല പലരുടെയും കയ്യിൽ പണമില്ല. ഇത്തരത്തിൽ വാഹനങ്ങളിലും മറ്റും ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന വാഹന ഉടമകളൊക്കെ തന്നെ വലിയ തോതിലുള്ള പണമാണ് അവരോട് ചോദിക്കുന്നത്. പലരും കഴുത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ വരെ ഊരി നൽകിയിട്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എങ്ങനെ ഗാസ പിടിച്ചടക്കുക എന്നുള്ള ഒരു ശക്തമായ നിലപാടിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം കൂടി നോക്കണമെന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര സംഘടനകൾ, അതായത് ഐക്യരാഷ്ട്ര സഭയുടെയൊക്കെ കീഴിലുള്ള പല കുട്ടികൾക്കും ഒക്കെ വേണ്ടിയുള്ള സംഘടനകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. അവരുടെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ്. ഇവിടെ ടെൻറ്റുകൾക്കും മറ്റും നേർക്ക് ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് സാധാരണക്കാർ തന്നെയായിരിക്കും. അതല്ലാതെ ഈ ഹമാസ് തീവ്രവാദികൾ പലരും ഇപ്പോഴും അവർക്ക് സുരക്ഷിത ഇടങ്ങളുണ്ട്, ഈ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, അവിടേക്ക് ഒരുപക്ഷെ അവർ ഒളിച്ചിരിക്കുകയായിരിക്കാം. അതേസമയം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുവന്ന പല ബന്ദികളെയും തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച് ഒരു കവചമായി ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിനെ നേരിടുന്നതായും സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പല ബന്ദികൾക്കും ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും ഹമാസ് ആകെ ഇപ്പോൾ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ ആക്രമണം. കാരണം ഇത് കരയുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അന്തിമ പോരാട്ടത്തിന് തയ്യാറായി തന്നെയാണ് ഇസ്രായേൽ സൈന്യം എത്തിയിട്ടുള്ളത്. ഇതിൽ വിജയം കാണാതെ അവർ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ആരൊക്കെ എതിർത്താലും തങ്ങൾ പിന്മാറില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഉള്ളത്.